ഓം ശാന്തി. 6/4/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബയുടെ അടുത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടോ അവയെല്ലാം അവസാനം വരെ പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ അവ ധാരണ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യൂ. ചോദ്യം: ത്രികാലദർശിയായ ബാബ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെ അറിഞ്ഞുകൊണ്ടും നാളത്തെ കാര്യം ഇന്ന് പറയില്ല. എന്തുകൊണ്ട്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു തന്നാൽ ഡ്രാമയുടെ രസം തന്നെ പോകും. ഇത് നിയമമല്ല. എല്ലാം അറിഞ്ഞുകൊണ്ടും ഞാനും ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുന്നു. ആദ്യമേ കേൾപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കൂ. ഗീതം: മരിക്കുന്നതും അങ്ങയുടെ മടിയിൽ. ഓം ശാന്തി. ഇത് ആത്മാക്കളുടെ പാരലൗകിക അച്ഛനാണ്. ആത്മാക്കളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ബാബയ്ക്ക് കുട്ടികളെ കുട്ടികളെ എന്ന് വിളിക്കുന്ന ശീലമാണ്. ശരീരം പെൺകുട്ടിയുടേതാണെങ്കിലും എല്ലാ ആത്മാക്കളും ആൺകുട്ടികളാണ്. ഓരോ ആത്മാവും അവകാശിയാണ്. അർത്ഥം സമ്പത്തെടുക്കാനുള്ള അവകാശിയാണ്. ബാബ വന്ന് പറയുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്പത്തെടുക്കാനുള്ള അവകാശമുണ്ട്. പരിധിയില്ലാത്ത ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കണം. ഇതിൽ തന്നെയാണ് പരിശ്രമമുള്ളത്. ബാബ നമ്മളെ പഠിപ്പിക്കാൻ പഴംധാമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. സാധു സന്യാസിമാരെല്ലാം അവരുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ചിലർ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ബാബ പരംധാമത്തിൽ നിന്നാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. ഇതാർക്കും അറിയില്ല. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് പതിത പാവനനും ഈശ്വരനാകുന്ന പിതാവും. ബാബയെ ശാന്തിയുടെ സാഗരമെന്നും പറയുന്നു. അധികാരിയാണല്ലോ. ഏത് ജ്ഞാനത്തിന്റെ? ഈശ്വരീയ ജ്ഞാനത്തിന്റെ. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. സച്ചിദാനന്ദ സ്വരൂപവുമാണ്. ബാബയുടെ മഹിമ വളരെ ഉയർന്നതാണ്. ബാബയുടെ അടുത്ത് ഈ സാമഗ്രികളുണ്ട്. ചിലർക്ക് കടയുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇന്ന ഇന്ന സാധനങ്ങളുണ്ടെന്ന് പറയും. ബാബ പറയുന്നു, ഞാൻ ജ്ഞാനത്തിന്റെയും ആനന്ദത്തിന്റെയും ശാന്തിയുടെയും സാഗരനാണ്. എന്റെ അടുത്ത് സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ സംഗമയുഗത്തിൽ അവ വിതരണം ചെയ്യുന്നതിനായി വരുന്നു. എന്റെ കൈവശം എന്തെല്ലാമുണ്ടോ അവ വിതരണം ചെയ്യുന്നു. പിന്നീട് ആർക്ക് എത്ര വേണമെങ്കിലും ധാരണ ചെയ്യുകയും പുരുഷാർത്ഥം ചെയ്യുകയും ചെയ്യാം. ബാബയുടെ പക്കൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഇന്നത്തെ കാലത്ത് അവനവന്റെ പക്കൽ എന്തുണ്ട് എന്ന് ആരും പറയാറില്ല. പാടാറുണ്ട്, ചിലരുടേത് മണ്ണിൽ പോയി. ഇതെല്ലാം ഇപ്പോഴത്തെ കാര്യമാണ്. അഗ്നിബാധയിൽ എല്ലാം ഇല്ലാതാകും. രാജാക്കന്മാർക്ക് വളരെ വലിയ ഉറപ്പുള്ള ഗുഹകൾ ഉണ്ടായിരിക്കും. ഭൂമിക്കുലുക്കമുണ്ടായാലും ശക്തിയായ അഗ്നിബാധയുണ്ടായാലും ഉള്ളിലേക്ക് ബാധിക്കുകയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ കലിയുഗത്തിലുള്ള ഒരു വസ്തുവും സത്യുഗത്തിൽ പ്രയോജനത്തിൽ വരില്ല. ഖനികളെല്ലാം പുതുതായി നിറഞ്ഞിരിക്കും. സയൻസും ശുദ്ധമായിരിക്കും. നിങ്ങൾക്ക് പ്രയോജനത്തിൽ വരും. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ജ്ഞാനവുമുണ്ട്. കുട്ടികൾക്കറിയാം, നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമറിയാം. പിന്നീട് അവസാനത്തെ ഒരു തുണ്ട് മാത്രമാണ്, അതും മനസ്സിലാക്കാം. ബാബ എങ്ങനെയാണ് ആദ്യം തന്നെ എല്ലാം പറഞ്ഞു തരുന്നത്? ബാബ പറയുന്നു, ഞാനും ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ ലഭിച്ചിട്ടുള്ള ജ്ഞാനമാണ് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളത്. കടന്നുപോയ സെക്കൻഡിനെ ഡ്രാമയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ നാളെ സംഭവിക്കാൻ പോകുന്നത്
കണ്ടറിയാം. നാളത്തെ കാര്യം ഇന്ന് കേൾപ്പിക്കാൻ സാധിക്കില്ല. ഈ ഡ്രാമയുടെ രഹസ്യത്തെ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. കൽപ്പത്തിന്റെ ആയുസ് തന്നെ എത്ര നീട്ടി വലിച്ചെഴുതിയിരിക്കുകയാണ്. ഈ ഡ്രാമയെ മനസ്സിലാക്കാനും ധൈര്യം വേണം. അമ്മ മരിച്ചാലും അലുവ കഴിക്കണമെന്നാണ് പറയുക. മരിച്ചുപോയി ചെന്ന് മറ്റൊരു ജന്മം എടുക്കുന്നു. നമ്മൾ എന്തിനാണ് കരയുന്നത്? ബാബ മനസ്സിലാക്കി തന്നു. പത്രത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഈ പ്രദർശനി ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം ഈ സ്ഥാനത്ത് ഈ രീതിയിൽ തന്നെയാണ് നടന്നത്. ഇത് ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ് ആവർത്തിക്കപ്പെടുന്നത്. ഇത് എഴുതി വയ്ക്കണം. ഈ ലോകം ബാക്കി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഇല്ലാതാകും എന്നറിയാം. നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് വികർമ്മജീത്തായി മാറും. പിന്നീട് ദ്വാപരയുഗം മുതലാണ് വിക്രമ സംവത്സരം ആരംഭിക്കുന്നത്. അതായത് വികർമ്മങ്ങൾ നടക്കുന്ന സമയം. ഈ സമയം നിങ്ങൾ വികർമ്മങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കുമ്പോഴാണ് വികർമ്മജീത്തായി മാറുന്നത്. പാപകർമ്മത്തെ ശ്രീമത്തിലൂടെ ജയിച്ച് വികർമ്മജീത്തായി മാറുന്നു. സത്യുഗത്തിൽ നിങ്ങൾ ആത്മാ അഭിമാനികളായിരിക്കും. അവിടെ ദേഹ അഭിമാനമില്ല. കലിയുഗത്തിൽ ദേഹ അഭിമാനമുണ്ട്. സംഗമയുഗത്തിൽ നിങ്ങൾ ദേഹി അഭിമാനിയായി മാറുന്നു. പരംപിത പരമാത്മാവിനെയും അറിയാം. ഇതാണ് ശുദ്ധമായ അഭിമാനം. നിങ്ങൾ ബ്രാഹ്മണർ ഏറ്റവും ഉയർന്നതാണ്. നിങ്ങളാണ് സർവോത്തമരായ ബ്രാഹ്മണ കുലഭൂഷണർ. ഈ ജ്ഞാനം നിങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. മറ്റാർക്കും ലഭിക്കുന്നില്ല. ഇത് നിങ്ങളുടെ സർവോത്തമമായ കുലമാണ്. പാടാറുണ്ട്, അതീന്ദ്രിയ സുഖം ഗോപി വല്ലഭന്റെ കുട്ടികളോട് ചോദിക്കൂ എന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ ലോട്ടറിയാണ് ലഭിക്കുന്നത്. എന്തെങ്കിലും വസ്തു ലഭിക്കുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാകാറില്ല. ദരിദ്രരിൽ നിന്ന് ധനവാനായി മാറുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. നിങ്ങൾക്കും അറിയാം, എത്രത്തോളം നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് ബാബയിൽ നിന്ന് രാജധാനിയുടെ സമ്പത്ത് എടുക്കാം. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം ലഭിക്കും. മുഖ്യ കാര്യം ബാബ പറയുന്നു, കുട്ടികളെ, തന്റെ വളരെ മധുരമായ ബാബയെ ഓർമ്മിക്കൂ. ബാബ എല്ലാവരുടെയും സ്നേഹിയായ അച്ഛനാണ്. ബാബ തന്നെ വന്നാണ് എല്ലാവർക്കും സുഖശാന്തിയുടെ സമ്പത്ത് നൽകുന്നത്. ഇപ്പോൾ ദേവീ ദേവതകളുടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യയുഗത്തിൽ രാജാവും രാജ്ഞിയും ഒന്നുമില്ല. അവിടെ മഹാരാജാവെന്നും മഹാറാണിയുമെന്ന് ആണ് പറയുന്നത്. അഥവാ ഭഗവാൻ ഭഗവതി എന്ന് പറയുകയാണെങ്കിൽ രാജാ റാണിയെ പോലെ തന്നെ ആയിരിക്കും പ്രജകളും. എല്ലാവരും ഭഗവാൻ ഭഗവതിയായി മാറും. അതുകൊണ്ട് ഭഗവാൻ ഭഗവതി എന്ന് പറയാൻ സാധിക്കില്ല. ഭഗവാൻ ഒന്നാണ്. മനുഷ്യനെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. സൂക്ഷ്മവതനവാസി ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും ദേവത എന്നാണ് പറയുന്നത്. സ്ഥൂലവതനവാസിയായവരെ നമ്മൾ എങ്ങനെയാണ് ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നത്? ഉയർന്നതിലും ഉയർന്നതാണ് മൂലവതനം. പിന്നീടാണ് സൂക്ഷ്മവതനം. സൂക്ഷ്മവതനം 3ാമത്തെ നമ്പറിലാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ ശിവബാബ തന്നെയാണ്. പിന്നീട് ശിക്ഷകനും ഗുരുവുമാണ്. സ്വർണപ്പണിക്കാരനും വക്കീലുമെല്ലാമാണ്. എല്ലാവരെയും രാവണന്റെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു. ശിവബാബ എത്ര വലിയ വക്കീലാണ്. അതിനാൽ ഇങ്ങനെയുള്ള അച്ഛനെ എന്തുകൊണ്ടാണ് മറക്കുന്നത്? എന്തുകൊണ്ടാണ് ബാബ ഞങ്ങൾ മറന്നുപോവുകയാണ് എന്ന് പറയുന്നത്? മായയുടെ കൊടുങ്കാറ്റ് ഒരുപാട് വരുന്നു. ബാബ പറയുന്നു,
ഇത് വരും. എന്തെങ്കിലുമൊക്കെ പരിശ്രമിക്കണമല്ലോ. ഇതാണ് മായയുമായുള്ള യുദ്ധം. നിങ്ങൾ പാണ്ഡവന്മാരുടെയും കൗരവരുടെയും ഒന്നും യുദ്ധമില്ല. പാണ്ഡവർ യുദ്ധം എങ്ങനെ ചെയ്യും? പിന്നെ അത് അഹിംസയായി മാറും. ബാബ ഒരിക്കലും ഹിംസ പഠിപ്പിക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. വാസ്തവത്തിൽ നമുക്ക് യുദ്ധമൊന്നുമില്ല. ബാബ യുക്തി പറഞ്ഞു തരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ മായയുടെ അമ്പ് തറക്കില്ല. ഇതിലും ഒരു കഥയുണ്ട്. ആദ്യം സുഖം വേണോ അതോ ദുഃഖമോ എന്ന് ചോദിച്ചു. അപ്പോൾ സുഖം വേണം എന്ന് പറഞ്ഞു. സത്യയുഗത്തിൽ ദുഃഖമുണ്ടാകില്ല. നിങ്ങൾക്കറിയാം, ഈ സമയം എല്ലാ സീതകളും രാവണന്റെ ശോകവാട്ടികയിലാണ്. ഈ മുഴുവൻ ലോകമാകുന്ന സാഗരത്തിന്റെ ഇടയിൽ ലങ്കയാണ്. ഇപ്പോൾ എല്ലാവരും രാവണന്റെ ജയിലിൽ കുടുങ്ങിയിരിക്കുകയാണ്. ബാബ എല്ലാവരുടെയും സദ്ഗതി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ശോകവാട്ടികയിലാണ്. സ്വർഗത്തിൽ സുഖമാണ്, നരകത്തിൽ ദുഃഖവും. ഈ ലോകത്തെ ശോകവാട്ടിക എന്നാണ് പറയുന്നത്. സ്വർഗത്തിലാണ് ശോകമില്ലാത്തത്. വളരെ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ കുട്ടികൾ പരിശ്രമിച്ച് ബാബയെ ഓർമ്മിക്കണം. എന്നാൽ സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. ബാബയുടെ നിർദ്ദേശത്തിലൂടെ നടക്കുന്നില്ലെങ്കിൽ രണ്ടാം അമ്മയുടെ കുട്ടിയായി മാറും. പിന്നീട് പ്രജയിലേക്ക് പോകും. ഒന്നാം അമ്മയുടെ കുട്ടിയാണെങ്കിൽ രാജധാനിയിലേക്ക് വരും. രാജധാനിയിൽ വരണമെങ്കിൽ ശ്രീമത്തിലൂടെ നടക്കണം. കൃഷ്ണന്റെ മതമല്ല. മതം 2 തരത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശ്രീമതത്തിലൂടെ സത്യയുഗത്തിൽ ഫലം അനുഭവിക്കുന്നു. പിന്നീട് ദ്വാപരയുഗത്തിൽ രാവണന്റെ മതം ലഭിക്കുന്നു. എല്ലാവരും രാവണന്റെ മതമനുസരിച്ച് അസുരന്മാരായി മാറുന്നു. നിങ്ങൾക്ക് ഈശ്വരീയ മതമാണ് ലഭിക്കുന്നത്. മതം നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. ബാബ ഈശ്വരനാണ്. നിങ്ങൾ ഈശ്വരീയ മതത്തിലൂടെ എത്ര പവിത്രമായി മാറുന്നു. ആദ്യത്തെ പാപമാണ് വിഷയസാഗരത്തിൽ മുങ്ങിത്താഴുക എന്നത്. ദേവതകൾ വിഷയസാഗരത്തിൽ മുങ്ങിത്താഴില്ല. ചോദിക്കുന്നു, എന്താ സത്യുഗത്തിൽ കുട്ടികൾ ഉണ്ടാകില്ലേ? എന്തുകൊണ്ടില്ല? പക്ഷെ സത്യുഗം സമ്പൂർണ്ണ നിർവികാരിയായ ലോകമാണ്. സത്യുഗത്തിൽ വികാരങ്ങളൊന്നുമില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ദേവതകൾ ആത്മ അഭിമാനികളായിരുന്നു, പരമാത്മ അഭിമാനികൾ ആയിരുന്നില്ല. നിങ്ങൾ ആത്മാ അഭിമാനികളുമാണ്, പരമാത്മ അഭിമാനികളുമാണ്. ആദ്യം രണ്ടും ഉണ്ടായിരുന്നില്ല. സത്യുഗത്തിൽ പരമാത്മാവിനെ അറിയില്ല, ആത്മാവിനെ അറിയാം. ആത്മാവി പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ഒരു ശരീരം എടുക്കും. ആദ്യം തന്നെ അറിയാൻ സാധിക്കും, ഇപ്പോൾ പഴയതുപേക്ഷിച്ച് പുതിയത് എടുക്കണം. കുട്ടിയുണ്ടാവുകയാണെങ്കിലും ആദ്യമേ സാക്ഷാത്കാരം ഉണ്ടായിരിക്കും. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയായി മാറുകയാണ്. അപ്പോൾ യോഗബലത്തിലൂടെ കുട്ടികളുണ്ടാകാൻ സാധിക്കില്ലേ? യോഗബലത്താൽ ഏതൊരു വസ്തുവിനെയും നിങ്ങൾക്ക് പാവനമാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഓർമ്മിക്കാൻ മറക്കുകയാണ്. ചിലർക്ക് അഭ്യാസമുണ്ടായിരിക്കും. ഒരുപാട് സന്യാസിമാർക്ക് ഭോജനത്തിനോട് ബഹുമാനമുണ്ട്. അതിനാൽ കഴിക്കുമ്പോൾ മന്ത്രങ്ങൾ ജപിച്ചിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾക്കും പഥ്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മാംസമോ മദ്യമോ കഴിക്കരുത്. നിങ്ങൾ ദേവതകളായി മാറുകയല്ലേ? ദേവതകൾ ഒരിക്കലും മോശമായവ കഴിക്കില്ല. അതിനാൽ അവരെ പോലെ പവിത്രമായി മാറണം. ബാബ പറയുന്നു, എന്നിലൂടെ നിങ്ങൾ എന്നെ അറിയുന്നു, അതിലൂടെ എല്ലാം അറിയും. പിന്നെ അറിയാൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. സത്യുഗത്തിൽ പഠിപ്പെല്ലാം വേറെയായിരിക്കും. ഇപ്പോൾ ഈ മൃത്യുലോകത്തിന്റെ പഠിപ്പിന്റെ അവസാനമാണ്.
മൃത്യു ലോകത്തിന്റെ മുഴുവൻ കാര്യവ്യവഹാരങ്ങളും ഇല്ലാതായാൽ പിന്നെ അമരലോകത്തിന്റെ കാര്യങ്ങൾ ആരംഭിക്കും. കുട്ടികൾക്ക് ഇത്ര ലഹരിയുണ്ടായിരിക്കണം. അമരലോകത്തിന്റെ അധികാരികളായിരുന്നു നിങ്ങൾ. കുട്ടികൾക്ക് അതീന്ദ്രിയ സുഖത്തിലും പരമമായ സുഖത്തിലും കഴിയണം. നമ്മൾ പരമപിത പരമാത്മാവിന്റെ കുട്ടികളാണ്, അഥവാ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ പരംപിത പരമാത്മാ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനെ തന്നെയാണ് പരമാനന്ദം എന്ന് പറയുന്നത്. സത്യുഗത്തിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഈ സമയം ഈശ്വരീയ കുടുംബത്തിലുള്ളവരാണ്. ഇപ്പോഴത്തെ തന്നെ മഹിമയാണ്. അതീന്ദ്രിയ സുഖം ഗോപികമാരോട് ചോദിക്കൂ. പരംധാമത്തിൽ വസിക്കുന്ന ബാബ വന്ന് നമ്മുടെ അച്ഛനും ടീച്ചറും ഗുരുവുമായി മാറുകയാണ്. 3 പേരും സേവാധാരികളാണ്. ഒരു അഭിമാനവും വെക്കുന്നില്ല. പറയുന്നു, ഞാൻ നിങ്ങളുടെ സേവനം ചെയ്ത് എല്ലാം നൽകി നിർവാണധാമത്തിലിരിക്കും. അതിനാൽ സേവാധാരിയായില്ലേ? വൈസ്രോയ് മുതലായവർ എപ്പോഴും ഒപ്പിടുമ്പോൾ അനുസരണയുള്ള സേവകൻ എന്നെഴുതുന്നു. ബാബയും നിരാകാരനും നിരഹങ്കാരിയുമാണ്. എങ്ങനെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്? ഇത്രയും ഉയർന്ന പഠിപ്പ് മറ്റൊരാൾക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇത്രയും പോയിന്റ്സ് മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. മനുഷ്യർക്കറിയാൻ സാധിക്കില്ല. ഇവരെ ഗുരുക്കന്മാരൊന്നുമല്ല പഠിപ്പിച്ചത്. ഗുരു എന്നാൽ അനേകരുടെ ഗുരുവായിരിക്കും. ഒരാളുടെ ഗുരു ആയിരിക്കുമോ? ബാബ തന്നെയാണ് പതിതരെ പാവനമാക്കി മാറ്റുന്നത്. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം കൽപ്പത്തിലെ സംഗമയുഗത്തിലാണ് വരുന്നത്. പറയുന്നുണ്ടല്ലോ, ബാബ നമ്മൾ കൽപ്പം മുൻപും കണ്ടുമുട്ടിയിരുന്നു. ബാബ തന്നെ വന്നിട്ടാണ് പതിതരെ പാവനമാക്കി മാറ്റുന്നത്. 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങൾ കുട്ടികളെ പാവനമാക്കി മാറ്റുന്നു. അതിനാൽ ഇതെല്ലാം ധാരണ ചെയ്യണം. പിന്നീട് പറയണം, ബാബ എന്താണ് മനസ്സിലാക്കി തന്നത്. ബാബയിൽ നിന്ന് നമ്മൾ ഭാവിയിലെ 21 ജന്മത്തേക്കുള്ള സമ്പത്താണ് എടുക്കുന്നത്. ഇത് ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷത്തിൽ കഴിയും. ഇത് പരമമായ ആനന്ദമാണ്. മാസ്റ്റർ നോളജ്ഫുൾ എന്നും മാസ്റ്റർ ആനന്ദത്തിന്റെ സാഗരനെന്നും ഉള്ള വരദാനം ഇപ്പോഴാണ് നിങ്ങൾക്ക് ബാബയിൽ നിന്ന് ലഭിക്കുന്നത്. സത്യുഗത്തിൽ ബുദ്ധുവായിരിക്കും. ഈ ലക്ഷ്മി നാരായണന് ഒരു ഈശ്വരീയ ജ്ഞാനവുമില്ല. ഇവർക്ക് ജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ അത് പരമ്പരയായി തുടർന്ന് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളെപ്പോലെയുള്ള പരമാനന്ദം ദേവതകൾക്ക് പോലും ഉണ്ടായിരിക്കാൻ സാധിക്കില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേവതയായി മാറുന്നതിന് വേണ്ടി കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും വളരെ നല്ല ശുദ്ധി വെക്കണം. വളരെയധികം പഥ്യത്തോടുകൂടി മുന്നോട്ടു പോകണം. യോഗബലത്താൽ ഭോജനത്തിന് ദൃഷ്ടി കൊടുത്ത് ശുദ്ധമാക്കി മാറ്റി സ്വീകരിക്കണം. 2. നമ്മൾ പരമപിത പരമാത്മാവിന്റെ കുട്ടികൾ അഥവാ വിദ്യാർത്ഥികൾ ആണ്. പരമാത്മാവ് നമ്മളെ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ ലഹരിയിലിരുന്ന് പരമമായ സുഖത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവം ചെയ്യണം. വരദാനം: സേവനങ്ങളിൽ മുഴുകുന്നതിലൂടെ ലൗകികത്തെ അലൗകികമാക്കി പരിവർത്തനപ്പെടുത്തുന്ന നിരന്തര സേവാധാരിയായി ഭവിക്കട്ടെ. സേവനം അത് മനസ്സാ സേവനമാണെങ്കിലും വാചാ സേവനമാണെങ്കിലും കർമ്മണ സേവനമാണെങ്കിലും ഒരു സേവാധാരിയുടെ കർത്തവ്യം സേവനത്തിൽ മുഴുകുക എന്നതാണ്.
സേവാധാരി ഒരിക്കലും സേവനത്തെ തന്നിൽ നിന്ന് വേറെയായി കാണില്ല. ആരുടെ ബുദ്ധിയിലാണോ സേവനത്തോട് താൽപ്പര്യമുള്ളത്, അവരുടെ ലൗകിക കാര്യങ്ങൾ പോലും ഈശ്വരീയ കാര്യങ്ങളായി മാറുന്നു. സേവാധാരി തന്റെ വീടിനെ വീടായിയല്ല, സേവാസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നു. ഒരു സേവാധാരിയുടെ മുഖ്യ ഗുണം ത്യാഗമാണ്. ത്യാഗമനോഭാവമുള്ളവർ ഗൃഹസ്ഥത്തിലും തപസ്വി മൂർത്തിയുമായി ഇരിക്കുകയും അതിലൂടെ സേവനങ്ങൾ താനെ നടക്കുകയും ചെയ്യുന്നു. സ്ലോഗൻ: തന്റെ സംസ്കാരങ്ങളെ ദിവ്യമാക്കി മാറ്റണമെങ്കിൽ മനസ്സിനെയും ബുദ്ധിയെയും ബാബയ്ക്ക് മുന്നിൽ സമർപ്പണമാക്കൂ. അവ്യക്ത സൂചന: മഹാനായി മാറുന്നതിനായി മധുരതയും നമ്രതയുമാകുന്ന ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ഏതെങ്കിലും ഒരാത്മാവിന് 2 നിമിഷം മധുരമായ ദൃഷ്ടി നൽകുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നത് ആ ആത്മാവിനെ സദാകാലത്തേക്ക് നിറവുള്ളവരാക്കി മാറ്റുന്നത് പോലെയാണ്. 2 നിമിഷത്തെ മധുരമായ ദൃഷ്ടിയും വാക്കും ആ ആത്മാവിന്റെ ലോകം തന്നെ മാറ്റും. മധുരമായ 2 വാക്കുകൾ സദാകാലത്തേക്കുള്ള പരിവർത്തനത്തിന് നിമിത്തമായി മാറുന്നു. ഓം ശാന്തി.